അഹമ്മദാബാദിൽ നടന്ന ദാരുണമായ വിമാന ദുരന്തത്തിന് പിന്നിലെ കാരണം സംബന്ധിച്ച് നിരവധി സംശയങ്ങളാണ് ഉയരുന്നത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ പൈലറ്റിന്റെ സീറ്റിലുണ്ടായ തകരാറാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്ന സൂചന നൽകുമ്പോൾ, കമ്പ്യൂട്ടർ പിഴവുകളും എഞ്ചിൻ തകരാറുകളും പോലുള്ള പുതിയ സിദ്ധാന്തങ്ങളും ചർച്ചയാകുന്നുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് വിമാനം പറന്നുയരുന്നതിനിടെ പൈലറ്റിന്റെ സീറ്റിന്റെ ലോക്കിംഗ് മെക്കാനിസം തകരാറിലായി. ഇതോടെ സീറ്റ് പെട്ടെന്ന് പിന്നിലേക്ക് തെന്നിമാറി. ഈ അപ്രതീക്ഷിത ചലനത്തിൽ പൈലറ്റിന്റെ കൈകൾ അബദ്ധവശാൽ എഞ്ചിൻ പവർ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട ത്രോട്ടിൽ ലിവറിൽ തട്ടി. ഇത് എഞ്ചിന്റെ ശക്തി കുറയ്ക്കുകയും വിമാനത്തിന് ഉയരാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഈ സമയം വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സഹ പൈലറ്റ് ശ്രമിച്ചെങ്കിലും സീറ്റ് പിന്നോട്ട് മാറിയ നിലയിലായതിനാൽ പൈലറ്റ് ചാരിയിരുന്നത് തടസ്സമായി. ഉയരാനാകാതെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. കോക്പിറ്റ് ഡാറ്റ റെക്കോർഡർ രേഖപ്പെടുത്തിയ വിവരങ്ങൾ ഈ സംഭവങ്ങൾക്ക് ബലം നൽകുന്നതാണ്. വിമാനം പറന്നുയർന്ന് 12 സെക്കൻഡിനുള്ളിൽ പൈലറ്റിന്റെ സീറ്റ് പിന്നോട്ട് നീങ്ങി. 15-ാം സെക്കൻഡിൽ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് സഹ പൈലറ്റ് പറയുന്നു. 26-ാം സെക്കൻഡിൽ 214 അടി ഉയരത്തിൽ വെച്ച് വിമാനം തകരുകയായിരുന്നു. ഈ ബോയിങ് ഡ്രീംലൈനർ വിമാനത്തിൽ റിവേഴ്സ് മോഷൻ പ്രൊട്ടക്ഷൻ പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നത് ഗൗരവകരമായ കണ്ടെത്തലാണ്.